ഈ ഒരു പലഹാരം കുട്ടികൾ ഇനി ചോദിച്ച് വാങ്ങി കഴിക്കും. തയ്യാറാക്കിയെടുക്കാൻ 1.5 കപ്പ് അളവിൽ മൈദ, പകരം ഗോതമ്പ് പൊടിയാണെങ്കിലും മതിയാകും. മധുരത്തിന് ആവശ്യമായിട്ട് 2.5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര, 1 ടീസ്പൂൺ ഈസ്റ്റ്, അല്പം ഉപ്പ്, 2 ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയും കൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കിയിട്ടെടുക്കാം. ചെറു ചൂടുവെള്ളം ഒഴിച്ച് വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പൊ വെള്ളത്തിന്റെ അളവ് കൂടി പോകണ്ട, കുറച്ചായിട്ട് ഒഴിച്ച് ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ അളവിൽ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒരു 5 മിനിറ്റ് നേരത്തേക്കെങ്കിലും കൈ കൊണ്ട് നന്നായിട്ട് കുഴച്ച് സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം. മാവിന് മുകളിലായി അല്പം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് 1 മണിക്കൂർ നേരത്തേക്കെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോഴേക്കും മാവ് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടോ, ഈക്വലായിട്ട് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോ ഒരു ഫ്ലവർ ഷേപ്പിലാണ് റെഡിയാക്കി എടുക്കുന്നത്. ഓരോന്നായിട്ട് ഇനി ചൂടായിട്ടുള്ള എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിൽ തിരിച്ചു മറിച്ചു വിട്ടിട്ട് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടുള്ള പലഹാരമാണ്. അപ്പോൾ മറക്കാതെ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കുക. പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. നടുവിലായിട്ട് ഇതുപോലെ കുറച്ച് ജാമോ അല്ലെങ്കിൽ ചോക്ലേറ്റ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക.